ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം ഏറ്റുപിടിച്ച് അങ്ങോട്ട് ആളെ അയച്ച് ഒക്കെ നിലപാടെടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ, കേരള BJPയുടെ അധ്യക്ഷൻ. അദ്ദേഹമാണെങ്കിൽ നിരന്തരം പോസ്റ്റുകൾ ഇടുന്നുണ്ട്, ഞങ്ങൾ സഭയുടെ കൂടെയാണ്, കന്യാസ്ത്രീയുടെ കൂടെയാണ് എന്ന്. കേരള BJP വലിയ പ്രതിസന്ധിയിലാണെന്ന് മനോരമ വലിയ വാർത്തയും കൊടുക്കുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്ത, RSSൻ്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ഗോവിന്ദൻകുട്ടി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റിന് താഴെ അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെയുള്ള ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ശശികല ടീച്ചറും RV ബാബുവും അടക്കം മതപരിവർത്തനത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. BJP ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണോ കേരളത്തിൽ? എന്തിന് പ്രതിസന്ധിയിലാണ്? ആ ഒരു കേസിന് ആക്ച്വലി BJPക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ വിചാരിക്കുന്നു അതൊരു തെറ്റിദ്ധാരണ പുറത്ത്, അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ്. അദ്ദേഹം വേറൊരു ആക്റ്റും കൂടെ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ പേരിലാണ് FIR എന്ന് പറയുന്നത്. അതായത് പ്ലേസ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്ട്രേഷൻ ആക്ട്. അതായത് ജോലി പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ഉണ്ടല്ലോ, ക്വാളിഫൈഡ് ആൾക്കാരുടെ ഡാറ്റ ശേഖരിക്കുക, എന്നിട്ട് ആളുകളുടെ വേക്കൻസിയുള്ള സ്ഥലങ്ങളുടെ ഡാറ്റ ശേഖരിക്കുക, ഇവരെ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഒരു സ്വകാര്യ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അതെ, അതാണ് പ്ലേസ്മെൻറ്റ് ഏജൻസി. അതൊരു ചീത്ത കാര്യമൊന്നുമല്ല, നമ്മളുടെ വിവാഹ ബ്യൂറോ പോലെ. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ആദ്യത്തെ മാസത്തെ ശമ്പളം അവരെടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് ഛത്തീസ്ഗഡിൽ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അവർ സെപ്പറേറ്റ് ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ തുടങ്ങി. ഇതിൽ രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് വേണം ഈ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ പ്രവർത്തിക്കാൻ. ഇപ്പോൾ ബേസിക്കലി കന്യാസ്ത്രീമാർ ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്ലേസ്മെൻറ്റ് ഏജൻസിയുടെ ജോലി ചെയ്തു ഫലത്തിൽ. അതായത് 3 കുട്ടികളെ ആഗ്രയിലെ അവരുടെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി നഴ്സിംഗ് പഠിപ്പിച്ച് നഴ്സാക്കുക, ട്രെയിൻ ചെയ്ത് നഴ്സാക്കുക. ഈ ജോലിയാണ് അവർ ചെയ്തതെന്ന് അവർ പറയുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോയിൻ്റ് എന്താ? അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കുറ്റം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് കുറ്റമാണ്. ഇതാണ് അവരുടെ പേരിലുള്ള കുറ്റം. ബാക്കി കുറ്റങ്ങൾ ഇതേ തുടർന്ന് മറ്റുള്ളവരെല്ലാം കൂടെ ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇട്ട വകുപ്പുകളാണ്. അപ്പോൾ അതൊരു മിസ്കമ്മ്യൂണിക്കേഷനാണ്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, വിച്ച് ക്യാൻ ബി സോർട്ടഡ് ഔട്ട്. ഇതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിലപാട്. അത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഇതല്ല എന്ന് വിചാരിക്കുന്ന കുറേയധികം പേരുണ്ട്. RV ബാബുവുണ്ട്, ശശികല ടീച്ചറുണ്ട്, ഈ പറഞ്ഞ ഗോവിന്ദൻകുട്ടി ഏട്ടനുണ്ട്. അങ്ങനെ തിരിച്ചാലോചിക്കുന്നു, അങ്ങനെയൊന്നുമല്ല, അതൊക്കെ പോലീസ് വെറുതെ വകുപ്പിടുമോ? ഇങ്ങനെ ഒരു വാദമുണ്ട്. അതിൽ പ്രതിസന്ധിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആൻ്റണിയെ ഛത്തീസ്ഗഡിൽ അയക്കുന്നത്. അനൂപ് ആൻ്റണി തിരിച്ച് കേരളത്തിൽ വന്നിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അനൂപ് തിരിച്ചെത്തിയിട്ടില്ല. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരും. സുനിലെ, ഞാൻ ഇപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ്, ആ FIRൻ്റെ ഒരു കോപ്പി ഫോർ ഹെവൻസ് സേക്ക് നിങ്ങൾ സംഘടിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ദുർഗിലെ കോടതിയിലെല്ലാം ഞാൻ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനൊരു ജാമ്യം നിഷേധിച്ച ഓർഡറോ റിമാൻഡ് റിപ്പോർട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാറില്ല. ഈ സാധനം ഒന്നും കാണുന്നില്ല. ഈ ബെന്നി ബെഹനാനെ പോലെയുള്ള ഭീമന്മാരെല്ലാം ദുർഗ് വരെ പോയിട്ട് ഇതിൻ്റെ വകുപ്പ് എന്താണെന്ന് അന്വേഷിക്കേണ്ടത്. ഈ കൂട്ടത്തിൽ ഒരുപാട് വക്കീലന്മാരുമുണ്ട്, ആരും മിണ്ടുന്നില്ല. റഹീം വക്കീലാണ്. ആ FIRൻ്റെ കോപ്പി എന്ന് പറഞ്ഞേട്ടാ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണ്ടേ, റിമാൻഡ് റിപ്പോർട്ടിൻ്റെ കോപ്പി മേടിക്കണ്ടേ? ഇപ്പോൾ സെഷൻസ് കോടതി അത് ജാമ്യാപേക്ഷ തള്ളി, നിങ്ങൾ ഹൈക്കോടതി പൊക്കോന്ന് പറയും. അതെന്തിനാത്? അത് എൻ്റെ അറിവിൽ തോന്നുന്നു സെഷൻസ് കോടതിക്ക് അത് പരിഗണിക്കാം. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞില്ല NIA കോടതിയിലേക്ക്. ഇതെന്ത് പണ്ടായിരുന്നു? അല്ല, NIA കോടതിയും ഒരു സെഷൻസ് കോടതി തന്നെയാണ്. അല്ല, NIA കോടതി ഇതുമാകാം, മജിസ്ട്രേറ്റ് കോടതിയുമാകാം. NIA കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതി നമ്മുടെ ഇവിടുത്തെ. പക്ഷേ ഇവിടെ കേരളത്തിൽ സെഷൻസ് കോടതിക്കാണ് ആ NIA കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, NIAക്ക് എന്താ ഇതിൽ കാര്യം? അതോ NIA കോടതി എന്നുള്ള പേരിലുള്ള ആ കോടതിയിൽ പോയാൽ മതി എന്നാണോ? അങ്ങനെയാണെങ്കിൽ സുനിൽ പറഞ്ഞ പോലെ അതൊരു സെഷൻസ് കോടതിയല്ലേ. ഈ സെഷൻസ് കോടതിക്ക് പരിഗണിക്കാൻ പറ്റില്ല. ആ സെഷൻസ് കോടതി പോകുമെന്ന് പറയണമെങ്കിൽ
ജൂറിസ്ഡിക്ഷൻ കാരണം അങ്ങനെ വരാം. ഏത് ഏരിയയിലാണ് ക്രൈം നടന്നത് അതെ. അതെൻ്റെ ജൂറിസ്ഡിക്ഷൻ അല്ല. നിങ്ങൾ ആ മറ്റേ അപ്പോഴും പറയുന്നുണ്ട് NIA കോർട്ടിൽ പോകുന്നില്ല, പ്രോപ്പർ കോർട്ടിൽ പോകുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കേസ് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നു. മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ ഇത് എൻ്റെ ജൂറിസ്ഡിക്ഷൻ അല്ല, പുള്ളി ആകെ ഓർഡർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഗോ ടു പ്രോപ്പർ കോർട്ട്. ഇന്ന കോടതി എന്ന് പറയില്ല, ജൂറിസ്ഡിക്ഷൻ അങ്ങേര് തീരുമാനിക്കില്ല, എൻ്റെ അല്ല, പ്രോപ്പർ കോർട്ടിൽ പോകും. പിന്നെ നമ്മൾ രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് ഓഫീസിൽ പോയിട്ട് ചോദിക്കണം, എൻ്റെ പൊന്നിയേട്ടാ ഇത് നിങ്ങളിത് ഇവിടെ കൊണ്ടുവരാൻ കാര്യം ഇതിപ്പോൾ അവിടെയല്ലേ ചിറ്റൂർ കോടതിയിലല്ലേ പോകേണ്ടത്? ഓ നമ്മൾ ചിറ്റൂർ കോടതിയിൽ പോകും, അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ. എറണാകുളത്ത് ഈ പ്രശ്നമുണ്ടായി, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി തന്നെ എക്കണോമിക് ഒഫൻസും കൈകാര്യം ചെയ്യും. ഇപ്പം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ എറണാകുളത്ത് നമ്മുടെ ബോട്ട് ജെട്ടിക്ക് അടുത്തുള്ള കോടതിയിലെ പല കേസുകളും ഫലത്തിൽ എക്കണോമിക് കോടതിയിലേക്ക് വിടും. അതിൽ വേറെ കോടതി ഉണ്ട് എറണാകുളത്ത്. പക്ഷേ ഈ എക്കണോമിക് കോടതി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഒഫൻസും ആ കോടതിയിൽ പോകുമെന്നേ അർത്ഥമുള്ളൂ. അതൊരു സാധാരണ മജിസ്ട്രേറ്റാണത്. അതെ അതെ. എക്കണോമിക് ഒഫൻസും കൂടെ അവിടെ എടുക്കും. അപ്പോൾ വക്കീലന്മാർ പറഞ്ഞ് എക്കണോമിക് കോടതി എന്നായി. അപ്പോൾ എൻ്റെ ഒരു കേസ് വന്ന് ഇത് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ പരാതിക്ക് എക്കണോമിക്സുമായിട്ടൊരു ബന്ധമില്ല, എക്കണോമിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ പരാതിയിലുണ്ട്, പോകാൻ പറയുന്നത് എക്കണോമിക്സ് കോടതിയിൽ. പിന്നെ ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ അവിടുത്തെ ഒരു വക്കീലാണ് എന്നോട് പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞ് എക്കണോമിക്സ് കോടതി ആക്കിയത്. ഈ ഹൈക്കോടതി ഇത് തന്നെ. അപ്പോൾ അങ്ങനെ ഛത്തീസ്ഗഡിലെ NIA കോടതിയാണോ ഈ വിചാരിക്കുന്നത്, അതോ ഇനി NIA ഒഫൻസ് ഉണ്ടോ FIRൽ, അതും അറിയില്ല. ഒന്നും അറിയാതെ ആകാശത്തിൽ ബഹളം നടക്കുന്നു. പക്ഷെ നമ്മുടെ ഈ സബ്ജക്റ്റിലേക്ക് വന്നാലേ, ഇപ്പോൾ BJP, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ BJP ഇപ്പോൾ ഇതിലെടുക്കുന്ന നിലപാടുകളിൽ അതൃപ്തിയുള്ള ഒരുപാട് ശബ്ദം സോഷ്യൽ മീഡിയയിൽ മുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗോവിന്ദൻകുട്ടിയേട്ടൻ്റെ പരാമർശം പോലും അതിൻ്റെ ഭാഗമല്ലേ? ഈ നിലപാടിൽ മാത്രമല്ല, BJPയുടെ പല നിലപാടിലും അതൃപ്തിയുള്ള RSSകാരുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുകാരുണ്ട്, BMSകാരുണ്ട്, ഒരുപാട് പേരുണ്ട്. BMSൻ്റെ പല നിലപാടുകളോടും BJPക്ക് ഒരു യോജിപ്പുമില്ല. ഹിന്ദു ഐക്യവേദിയുടെ പല നിലപാടുകളും BJP അതിശക്തമായിട്ട് എതിർക്കുന്നതാണ്. ഇത് ചിലപ്പോൾ പരസ്യമായിട്ട് പുറത്തു വരും, ചിലപ്പോൾ അവരുടെ ഉള്ളിലെ ബൈഠക്കിൽ വരും. ഇതിനാണല്ലോ ഈ സംഘടനകളൊക്കെ. ഇവരെല്ലാവരും BJPയിൽ, എന്നാൽ പിന്നെ ബാക്കി സംഘടന പിരിച്ചുവിട്ടിട്ട് ഒരു BJP മാത്രം മതി. ഈ സംഘപരിവാറിൻ്റെ ഡൈനമിക്സ് അങ്ങനെയാണ്. RSSൻ്റെ ടോപ്പ് ക്ലാസ് പ്രചാരകനായിരുന്ന ദത്തോപാന്ത് ഠേംഗഡിയെ അറസ്റ്റ് ചെയ്യുന്നത് വാജ്പേയി അധികാരത്തിലിരിക്കുമ്പോഴാണ്. പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ തോട്ടിട്ടില്ല പുള്ളിയെ, വാജ്പേയി അധികാരത്തിലുള്ളപ്പോൾ തോട്ട്. ദിസ് ഹാസ് ഹാപ്പൻഡ്. കാരണം പുള്ളി ഇതിനെതിരായിരുന്നു, നമ്മളുടെ WTO കരാറിനെതിരായിരുന്നു. അതിശക്തമായ വലിയ ജാഥ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട്, നിരോധനാജ്ഞ ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്തു, സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ചില ഈ ജാഥ അത് ലംഘിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഒഫൻസാണ്, ബട്ട് അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് സെൽഫ് ജാമ്യത്തിൽ വിടും. അങ്ങനെയാണല്ലേ നേതാക്കളെയൊക്കെ ചെയ്യുന്നത്. ആ അറസ്റ്റ് നടക്കുന്നത് വാജ്പേയി ഭരണത്തിലിരിക്കുമ്പോഴാണ്. അപ്പോൾ അതിലൊന്നും അത്ഭുതമൊന്നുമില്ല. സ്വദേശി ജാഗരൺ മഞ്ച് വട്ടമുടക്കിയിരുന്നു BJPയുമായിട്ട്. ഗുരുമൂർത്തിയുടെ നേതൃത്വത്തിലാണ് ഉടക്ക് നടന്നത്. സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ കൺവീനറും ഗുരുമൂർത്തിയായിരുന്നു, S. ഗുരുമൂർത്തി. ദിസ് ഹാസ് ഹാപ്പൻ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഹാപ്പനിങ്. താൻ ചെയ്തത് ശരിയല്ല, തൻ്റെ ലൈൻ ശരിയല്ല, തൻ്റെ ലൈൻ ശരിയല്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഡെവലപ്മെൻറ്റ് പ്ലാൻ ആണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. പുള്ളി ഡെവലപ്മെൻറ്റ് അല്ലാതെ വേറെ ഒരു ഇഷ്യൂ പുള്ളി ടച്ച് ചെയ്യാൻ തയ്യാറല്ല. ദാറ്റ് ഈസ് ഹിസ് ഡിസിഷൻ, BJP's ഡിസിഷൻ. ബാക്കിയുള്ളവർക്ക് കൊള്ളാം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വോട്ട് കുറേ കിട്ടും കേട്ടോ എന്ന് പറയും. വേറെ ഇഷ്യൂസ് അതിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ വിമർശിക്കും, പരിഹസിക്കും, കളിയാക്കും. ഇതൊക്കെയല്ലേ ജനാധിപത്യം. അതുകൊണ്ട് BJPക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. BJPക്ക് അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ BJPക്ക് വോട്ട് ചെയ്യുന്നവരോ ചെയ്യേണ്ടവരോ അല്ലേ? അവർ ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ മാറി നിന്നാൽ എന്ത് ചെയ്യും? അല്ല, മാറി നിൽക്കും. ചിലപ്പോൾ മാറി നിൽക്കാറും ഉണ്ടല്ലോ, മാറി നിന്നിട്ടുമുണ്ട്.
അതൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയോ തവണ BJPക്ക് തട്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ എതിരഭിപ്രായം വന്നു എന്ന് വിചാരിച്ചാൽ അത് വോട്ടിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. എതിരഭിപ്രായം ഒന്നുമില്ല, ആരും മിണ്ടാതിരിക്കുന്നു, അപ്പോൾ വോട്ടിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്തു എന്നും വരാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് എടുത്താൽ മതി, അവിടെ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. എല്ലാം ശാന്തമായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം എത്രയായിട്ട് കുറഞ്ഞു? 6.5 ലക്ഷത്തിൽ നിന്ന് 1.65 കുറഞ്ഞു. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരസ്യമായ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നതോ രഹസ്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നതോ ഒക്കെ ഇതൊക്കെ സംഭവിക്കും. അല്ല, ഇത്തരം ഒരു സ്റ്റാൻഡ് തന്നെയാണോ BJP ഈ വിഷയത്തിൽ എടുക്കേണ്ടിയിരുന്നത്? വ്യക്തിപരമായിട്ട് എനിക്കതിനോട് യോജിപ്പില്ല. ആ സ്റ്റാൻഡല്ല എടുക്കേണ്ടിയിരുന്നത്. ബട്ട് BJPക്ക് അവരുടെ കൺവിക്ഷനുണ്ട്, അവരുടെ ഇൻപുട്സും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നേക്കാൾ കൂടുതൽ വിവരം ഛത്തീസ്ഗഡിൽ നിന്ന് ശേഖരിക്കാനുള്ള പ്രാപ്തി രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങേരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഒരു ചേട്ടന് വ്യക്തിപരമായ താല്പര്യമില്ലെന്ന് പറയാൻ കാര്യം എന്താ? ഞാൻ ഇവർ ആ കേസിൽ കേരള BJP ഇടപെടരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ക്രൈസ്തവ സഭ ബഹളം വയ്ക്കുന്നു, ഓക്കെ ഫൈൻ, നിങ്ങൾ ബഹളം വയ്ക്കുന്നു, അത് വേറൊരു സംസ്ഥാനമാണ്, അവിടുത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്, അതിൽ ഞാൻ ഇടപെടുന്നത് തന്നെ ഭംഗിയല്ല. ഇതെല്ലാം എൻ്റെ നോട്ടത്തിൽ പറയേണ്ട ഉത്തരം ഇതാണ്. ഐ ഹാവ് നത്തിങ്. ഇറ്റ് ക്യാൻ ബി ഐദർ വേ. നിങ്ങളുടെ ആൾക്കാർ നിഷ്കളങ്കരായിരിക്കാം, അല്ലായിരിക്കാം, എനിക്കതിലൊന്നും ചെയ്യാനില്ല. മറ്റൊരു സംസ്ഥാനത്തിൽ പോയിട്ട് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലോ പോലീസിലോ ഒന്നും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറ, അവിടെ ഇങ്ങനെ പോകണം, വഴി അറിഞ്ഞുകൂടാ, അങ്ങനെ എന്തെങ്കിലും സംഗതികളൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഐ ഹാവ് എവരി സിമ്പത്തീസ് ഫോർ യു, ബട്ട് ഐ വിൽ നോട്ട് ഇൻവോൾവ് ഇൻ എ ക്രിമിനൽ. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണ്ടേ? അപ്പോൾ ഇപ്പോൾ ഒരു പ്രതിനിധി അങ്ങോട്ട് അയച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് ഞാൻ ആ ലൈൻ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ബട്ട് അതിനോട് ഞാൻ യോജിക്കണമെന്നില്ല. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എന്തെല്ലാം ചെയ്യുന്നു, ചിലതിനോട് ഞാൻ യോജിക്കാറുണ്ട്, ചിലത് ഞാൻ പറയുന്നത് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാറില്ല ഭൂരിഭാഗം കാര്യവും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ അതിനകത്ത് BJP പെട്ടുപോയി എന്നുള്ള വിലയിരുത്തൽ ശരിയല്ല. പെട്ടുപോയിട്ടില്ല. ഏതായാലും ഒരാളെ അങ്ങോട്ട് അയക്കും, ഒരു ക്രൈസ്തവ സമുദായത്തിൽ തന്നെയുള്ള ഒരു ജനറൽ സെക്രട്ടറി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു, ഇവരെ ഈ കന്യാസ്ത്രീകളെ കണ്ടു, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളെ കണ്ടു, എന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പാക്കി. അതൊരു പൊളിറ്റിക്കലി നല്ല മൂവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആയിക്കോട്ടെ എന്ന് ഈ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. ഇപ്പോൾ അതിന് ഈ ഒരു അർത്ഥം കൊടുത്താൽ ശരിയാകുമോ? ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തു എന്ന് പറഞ്ഞ് അത് ശരിയാകുക? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ എന്താ ആവുന്ന സഹായം എന്ന് പറയുന്നത്? ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു ക്രിമിനൽ കേസിൽ പോലീസുകാരെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറയുന്നത് ഐഡിയലി ശരിയാണോ? അല്ല. പോലീസിൻ്റെ പണി ചെയ്യട്ടെ. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ക്രിമിനൽ കേസുകളിലോ മറ്റ് കേസുകളിലോ ഒന്നും തന്നെ മന്ത്രിമാരെ ഇടപെടാൻ പാടില്ല, അവരുടെ സ്വാധീനം ഉപയോഗിക്കാനും പാടില്ല. പൊളിറ്റിക്കൽ കേസുകളുണ്ട്, ഈ പറഞ്ഞ പോലെ ജാഥ ബഹളം ഒക്കെ നടന്നു, അപ്പോൾ അതിൻ്റെ കുറേ കേസുകളുണ്ട്, അത് പിൻവലിക്കണം. അപ്പോൾ അത് അവർ അഡ്വക്കേറ്റ് ജനറലിനോട് പറയുന്നു, കഴിഞ്ഞില്ലേ, അതൊന്ന് പിൻവലിച്ച് നോക്ക്. 948 കേസുണ്ട്, ഇവന്മാർ റോട്ടിൽ കിടന്ന് പോക്കരത്തിന്. ശരി, ആയിക്കോട്ടെ, അപ്പോൾ ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്, അത് പിൻവലിക്കും. ഇത് നിയമത്തിൽ ഇടപെടലാണ്, പ്രക്രിയയിൽ ഇടപെടലാണ്, ബട്ട് അതൊരു മൈനർ കാര്യമാണ്. ഒരു സമരം ബഹളം അതിന് നടന്ന ഉന്തും തള്ളും ജലപീരങ്കി ഇത്തരം കേസുകൾ പിൻവലിക്കാനായിട്ട് രാഷ്ട്രീയക്കാരെ ഇടപെടാറുണ്ട്. അതൊരു സർവ്വസമ്മതത്തോടു കൂടിയുള്ള ഇടപെടലാണ്. അതുകൊണ്ട് നിയമവാഴ്ചയിൽ ഞാൻ തൊടുകില്ല എന്ന് മൊറാർജി ദേശായിക്ക് ആ ടൈപ്പ് ആൾക്കാരായിരുന്നു. അവർ ഈ കാര്യത്തിൽ പോലും ഇടപെടില്ല, പറ്റില്ല, അവിടെയും നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം വരെയൊക്കെ ഇടപെടാം. അതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വൽ ക്രിമിനൽ കേസുകളിൽ മന്ത്രിമാർ ഇടപെടുന്നത് ശരിയല്ല, അത് ചെയ്യാൻ പാടില്ല, അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ നിലനിൽക്കെ തന്നെ ഈ
BJP കുടുങ്ങി എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ കാര്യം എന്താ? എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് BJPയും ക്രൈസ്തവ സഭയും തമ്മിൽ ഒരു പാലമുണ്ടായിരുന്നു, ഒരു സാങ്കല്പിക പാലം. ആ പാലം തകർന്നു അഥവാ തകരാൻ പോകുന്നു, ഈ ഒരു ധാരണ. ഇതും ശരിയല്ല. ഇവർ തമ്മിൽ പ്രത്യേകിച്ചൊരു പാലവും ഉണ്ടായിരുന്നില്ല. ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം കാലമായി. അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു. അത് ഈ കോലാഹലം കൊണ്ട് കുറയാനും പോകുന്നില്ല. ഇപ്പോൾ ചിലരൊക്കെ മനുഷ്യൻ ഈ പറയുന്ന കഥകളൊന്നും വിശ്വസിക്കില്ല. ചിലരൊക്കെ പറയുന്നു ഈ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ, ജോർജ് കുര്യനും സുരേഷ് ഗോപിയും, ഒരാൾ ക്രൈസ്തവനാണ്, ഒരാൾ ക്രൈസ്തവരുടെ കൂടി വോട്ട് കൊണ്ട് ജയിച്ചു വന്ന ആളാണ്. 2 പേരും ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. കുര്യൻ മിണ്ടിയിട്ടുണ്ട്, സുരേഷ് ഗോപി ഞാൻ കണ്ടില്ല. അല്ല, ഇതിപ്പോൾ ജോർജ് കുര്യനാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഓരോ കേസിനെ പറ്റിയൊന്നും പറയുന്നത് ശരിയല്ല. സത്യസന്ധം നെഞ്ചിൽ കൈവച്ച് ആലോചിച്ച് നോക്കും. ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും എന്തറിയാം ഈ കേസിനെ പറ്റി? അവർ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ടോ? എന്താ അവിടെ സംഭവിച്ചതെന്നറിയാം? അവിടെയും BJPക്കാരുണ്ടല്ലോ, അവരുടെ വികാരം കണക്കിലെടുക്കണ്ടേ? ബജറംഗ് ദൾ ലൂസ്ലി സംഘപരിവാറിൽപ്പെട്ടതല്ലേ, അവരല്ലേ അവിടെ ബഹളം വയ്ക്കുന്നത്. അപ്പോൾ അവരുടെയും വികാരം കണക്കിലെടുക്കണ്ടേ? അത് നമുക്ക് കേരളത്തിലെ BJP മാത്രം മതിയോ? ഈ വക ധർമ്മസങ്കടങ്ങൾ കുര്യനുമുണ്ട്, സുരേഷ് ഗോപിക്കുമുണ്ട്. മറ്റൊരു സംസ്ഥാനത്തെ പറ്റി നിങ്ങൾ അവിടെ ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള സൂചനയിലല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അതെ, ഒരു കള്ളക്കേസ് ഇവർ കന്യാസ്ത്രീകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു കേസ് അവർ രജിസ്റ്റർ ചെയ്തു. ആര്? ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ഇതാണ് ആരോപണം. ഇത് ഉന്നയിക്കേണ്ടത് ആര്? മറ്റ് BJPക്കാർ, കേന്ദ്രമന്ത്രിമാർ. വാട്ട് ഈസ് ദാറ്റ്? അത് ചെയ്യില്ല. അത് ജോർജ് കുര്യനും ചെയ്യില്ല, സുരേഷ് ഗോപിയും ചെയ്യില്ല. അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്യാനുള്ള അധികാരവുമില്ല. ഈ കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഒരു സംസ്ഥാന മന്ത്രിസഭ കള്ളക്കേസ് ചമച്ചു എന്ന ആരോപണം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? യു കനോട്ട്. ഇതിൻ്റെ ഈ നമ്മളുടെ സംഘടനാ ചട്ടമുണ്ടല്ലോ, ഈ CPM സംഘടനാ ചട്ടം സംഘപരിവാറിന് ബാധകമല്ല. അത് ആദ്യം മനസ്സിലാക്കുക. CPM ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സംഘടനകളും അതേ ലൈനിൽ സംസാരിക്കും, സംസാരിക്കാത്തവനെ പുറത്താക്കും. സംഘപരിവാർ അങ്ങനെ അല്ല. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ RSS എന്ന സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. ഓരോ ഗ്രഹത്തിനും അതിൻ്റെ വഴിയുണ്ട്. അന്യോന്യം ഇടിക്കാതെ ആകർഷിച്ചും വികർഷിച്ചും ആ ഡിസ്റ്റൻസ് പാലിച്ച് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ അവൻ്റെ വഴിയെ തന്നെ ഞാൻ കറങ്ങണമെന്ന് പറഞ്ഞാൽ കറങ്ങില്ല. കറങ്ങിയാൽ ഇവർ കൂട്ടിയിടിക്കുകയും ചെയ്യും, മൊത്തം സൗരയൂഥം തകരുകയും ചെയ്യും. അതാണ് സംഘപരിവാറിൻ്റെ ഡൈനാമിക്സ്. സോ യു വിൽ സി ഭൂമി ഇങ്ങനെ കറങ്ങുന്നു, ചന്ദ്രൻ ഭൂമിയെ വട്ടത്തിൽ കറങ്ങുന്നു, വ്യാഴം ഇതെല്ലാം കൂടെ ചേർത്ത് കറങ്ങുന്നു. അത് പക്ഷേ റിവേഴ്സ് ഡയറക്ഷനാണ് കറങ്ങുന്നു. ഭൂമിയും വ്യാഴവും മുഖാമുഖം വരുന്നു, പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ 12 വർഷം കഴിയുമ്പോൾ വീണ്ടും കാണാൻ വ്യാഴവട്ടം. ഇതാണ് സംഘപരിവാർ. മറ്റതങ്ങനെയല്ല, അവരിങ്ങനെ അടുക്കി വെച്ച ഇഷ്ടിക പോലെയാണ്. അതുകൊണ്ട് ഒറ്റ ഇഷ്ടിക എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ താഴെ വീഴുകയും ചെയ്യും. അതാണ് അവരുടെ സെറ്റപ്പ്. പലപ്പോഴും അവർ ഈ വട്ടപ്പൂജ ആകാൻ കാര്യം ഇതാണ്. ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ, ബട്ട് സംഘപരിവാർ ഈസ് ഫ്ലെക്സിബിൾ. അതാണ് ഈ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഒരാൾ അഭിപ്രായം എഴുതി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഇതിൻ്റെ സിറ്റുവേഷൻ മാറാൻ പോകുന്നില്ല. അത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് സിറ്റുവേഷൻ മാറാതിരിക്കുകയുമില്ല. ഏതായാലും ആശയക്കുഴപ്പം വല്ലാതെ ഉണ്ടാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അല്ല, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവും. ആര് ക്ലാരിഫൈ ചെയ്യും? ക്ലാരിഫൈ ചെയ്യുന്ന ആര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്തേനെ. ബട്ട് ഛത്തീസ്ഗഡ് ഈസ് ഫാർ അവേ. ഞാൻ പറയുന്നത് യു ബ്രിങ് ദീസ് ഡോക്യുമെൻറ്റ്സ്, യു വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ. FIR, റിമാൻഡ് റിപ്പോർട്ട്, ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവ്, ഇന്ന് സെഷൻസ് കോടതിയിൽ തന്ന ഉത്തരവ്, ഈ 4 ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ക്ലാരിറ്റി വരും ഈ സംഗതിയെപ്പറ്റി. അല്ലാതെ ഈ TV-കാരുടെ ബൈറ്റും വെച്ചിട്ട് അവർ ഛത്തീസ്ഗഡിൽ ഇന്ന ആളാണ് ഇയാളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിനെ കാണിക്കും. അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഇത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ പറ്റുമോ? നമ്മൾ ഛത്തീസ്ഗഡിലോട്ട് പോയിട്ടുമില്ല.
ഇങ്ങനെയൊന്നും ഒരു ക്രിമിനൽ കേസ് ഇട്ട് കളിക്കാൻ പറ്റില്ല. ദിസ് ഈസ് ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഇവർ ബഹളം വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പൊളിറ്റിക്സ് ആയതുകൊണ്ടാണ്. ഡോക്യുമെന്റ്സ് വന്നാൽ പലതും പൊളിഞ്ഞു. ഡോക്യുമെൻ്റ് നല്ല ലീഗലായി പോകും. ലീഗൽ ഫൈറ്റിന് ഇവർക്ക് പേടിയാണ്. സോ ദേ മേക്സ് എവറിഥിങ് ഇൻ ടു പൊളിറ്റിക്സ്. ആൻഡ് ദെൻ പൊളിറ്റിക്സിൽ എന്തും പറയാം. ഒരു കടലാസും വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ ബഹളം വയ്ക്കാം. ഏതായാലും ഡോക്യുമെന്റ്സിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് കിട്ടുമായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് സോ. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.